Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇഞ്ചിത്തൈരിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. ഇന്നത്തെ റെസിപ്പിയും ഇതിന് ആസ്പദമായൊരു കഥയുണ്ട്. അത് എൻ്റെ മോളാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ഫുള്ളായിട്ട്. ഇതിന് 101 കറി എന്ന് പേര് കിട്ടാനുള്ള കാരണം 101 ഗുണങ്ങളുണ്ട്. ഇതിനെടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 2 കപ്പ് തൈര്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയുണ്ട്. അത് നമ്മൾക്ക് ഇതുണ്ടാക്കുമ്പോൾ പറഞ്ഞു തരാം. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു ബ്രാഹ്മൺ പണ്ഡിതനായിരുന്നു വരരുചി. പറയപ്പെട്ട പന്തൽകുലത്തിൻ്റെ അച്ഛനാണ് ഈ വരരുചി. വരരുചിയുടെ കുട്ടിക്കാലത്ത് വരരുചി ഒരു തീർത്ഥാടനത്തിന് പോയപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൻ്റെ മുന്നിൽ എത്തി. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ബ്രാഹ്മൺ ഇത്രയും വലിയൊരു പണ്ഡിതന് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ ഹാപ്പി ആയിരുന്നു. വരരുചി ബ്രാഹ്മണനോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ കുളിച്ചു വരുമ്പോൾ ഊണ് തയ്യാറാകണം, കൂടെ 101 കറികളും ഉണ്ടാകണം. ബ്രാഹ്മണൻ ആകെ വെപ്രാളപ്പെട്ടു. ഇതെങ്ങനെയാണ് കുളിച്ചു വരുന്ന സമയത്തിനുള്ളിൽ 101 കറികൾ തയ്യാറാക്കാമെന്ന്. ബ്രാഹ്മണന് ഒരു മകൾ ഉണ്ടായിരുന്നു. ആ മകൾ പറഞ്ഞു, അച്ഛനൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം ഞാൻ ഏറ്റു. അങ്ങനെ വരരുചി കുളിച്ചു വന്നപ്പോൾ ഈ ഇഞ്ചിത്തൈര് വരരുചിക്ക് ഊണിനോടൊപ്പം വിളമ്പിക്കൊടുത്തു. അങ്ങനെ ഈ 101 കറി എന്ന പേര് ഇഞ്ചിത്തൈരാണെന്ന്, ആർക്കാണ് ഇത്രയും ബുദ്ധിയുള്ളത് എന്ന് പറഞ്ഞ് ആകെ അതിശയപ്പെട്ടു. ബ്രാഹ്മണനോട് ചോദിച്ചപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു അത് തൻ്റെ മകളാണ്. അങ്ങനെ വരരുചി ഈ ബ്രാഹ്മണൻ്റെ മകളെ വിവാഹം ചെയ്തു. പറയപ്പെട്ട പന്തൽകുലത്തിൻ്റെ അമ്മയാണ് അവർ. കേട്ടില്ലേ, എത്ര മനോഹരമായ കഥയാണ് ഈ ഇഞ്ചിത്തൈരിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കപ്പ് തൈരിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഒന്നും കൂടി ഇതിൻ്റെ ടേസ്റ്റ് കൂടി കിട്ടും. അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്തെടുക്കാം. ഈ ഒരു ഇഞ്ചിത്തൈരും കൂടി ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, സദ്യ കെങ്കേമമായിരിക്കും. SSC കുക്കിംഗ് വേൾഡ് എന്ന രുചിയുടെ വിസ്മയ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊക്കെ ചേർത്തതിന് ശേഷം ഇതിനെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഇഞ്ചിത്തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റും 101 ഗുണങ്ങളുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.